ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സോളാർ പാർക്ക് എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയിലാണ് എന്നുള്ളത്. ഞാൻ പലപ്പോഴും മെഗാ പ്രൊജക്റ്റുകളുടെ വീഡിയോസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ താഴെ കമൻറ്റിൽ വരാറുണ്ട്, ഇന്ത്യയിലുള്ള മെഗാ പ്രൊജക്റ്റുകളെ കുറിച്ചൊന്നും നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിലുള്ള മെഗാ പ്രൊജക്റ്റുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കായിട്ടുള്ള ഗാവ്ഡ സോളാർ പാർക്കിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഗാവ്ഡ സോളാർ പാർക്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ സോളാർ എനർജിയെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. സോളാർ എനർജി എന്ന് പറയുന്നത് ലോകം അതിൻ്റെ മുഴുവൻ പൊട്ടൻഷ്യൽ ഇനിയും ഉപയോഗിച്ചിട്ടില്ലാത്ത ഏറ്റവും മികച്ച റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് ഈ ഒരു സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മൊത്തം വൈദ്യുതി ഉപയോഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഭൂമിയിൽ സൺലൈറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സോളാർ എനർജി ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. കേവലം 1.5 മണിക്കൂർ ലഭിക്കുന്ന സോളാർ എനർജി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ ഒരു വർഷത്തേക്കുള്ള എനർജി റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് കേവലം 1.5 മണിക്കൂർ സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിൽ വരുന്ന സമയത്ത് അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഭൂമിയുടെ മുഴുവൻ ഇലക്ട്രിസിറ്റി റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്താണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയുടെ ഇപ്പോഴത്തെ ഒരു എൻവിറോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഭീകരമായിട്ടുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പൊല്യൂഷൻ കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുതന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. അതേപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ കാരണം തെർമൽ പവർ പ്ലാന്റുകളൊക്കെ പുറത്തള്ളുന്ന മാലിന്യത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സോളാർ പാർക്കുകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ പദ്ധതിയാണ് ഇതേപോലുള്ള സോളാർ പാർക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി വൈദ്യുതിയുടെ ആവശ്യം എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സസിലൂടെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സോളാർ പാർക്ക് ഗാവ്ഡ സോളാർ പാർക്ക് എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള കച്ച് ജില്ലയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2025 കൂടി 2 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 2029 കൂടി ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ 30 ജിഗാവാട്ട് വൈദ്യുതിയായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 30 ജിഗാവാട്ട് വൈദ്യുതി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 കോടി ആളുകളുടെ ഇലക്ട്രിസിറ്റി റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോളാർ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സോളാർ പാർക്കാണ് ഇന്ത്യയിൽ നിർമ്മാണത്തിലിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വിസ്തീർണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 726 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിസ്താരം എന്ന് പറയുന്നത്. സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് സിംഗപ്പൂർ രാജ്യത്തിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ഒരു സോളാർ പാർക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഗാവ്ഡ എന്ന് പറയുന്ന സ്ഥലം തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു മരുഭൂമിയായിട്ടുള്ള പ്രദേശമാണ്. അവിടെ കൂടുതൽ ദിവസങ്ങളിലും 300-ലധികം ദിവസങ്ങളിലും അതികഠിനമായിട്ടുള്ള സൂര്യപ്രകാശം അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 45-46 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയൊരു സോളാർ പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോളാർ പാർക്കിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഈ ഒരു കമ്പനി 20,000 കോടിയിലധികമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗാവ്ഡ സോളാർ പാർക്കിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഗാ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. കോടിക്കണക്കിന് ആളുകളുടെ വൈദ്യുതി റിക്വയർമെൻറ്റ്സുകൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ, അതുമാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന PV മൊഡ്യൂൾസ് ആണെങ്കിലും ശരി, അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം ആണെങ്കിലും ശരി, സ്കാഡ സിസ്റ്റം ആണെങ്കിലും ശരി, AI ഇനേബിൾഡ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും ഉയർന്ന രീതിയിൽ 30 ജിഗാവാട്ട് വൈദ്യുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഇനിയും ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലോകം എന്ന് പറയുന്നത് എൻവിറോൺമെന്റൽ ഇഷ്യൂസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സോളാർ എനർജിയുടെ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് സജീവമായിക്കൊണ്ടിരിക്കുകയാണല്ലേ, നിങ്ങളുടെ വീടുകളിൽ അതേപോലെ തന്നെ കമ്പനികളിലെല്ലാം എന്താണ് ഇപ്പോൾ സോളാർ പാർക്കുകൾ വരികയാണ്. നമ്മുടെ എറണാകുളത്തുള്ള എയർപോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് സോളാർ പാനലുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഈ സോളാർ പാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ സൺലൈറ്റിലൂടെ വരുന്ന ഈ ഒരു റിന്യൂവബിൾ എനർജി സോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലുള്ള മെഗാ പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസുകൾ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.